എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ BCA എന്ന് പറയുന്ന കോഴ്സ് എന്താണ്. BCA എന്തൊക്കെയാണ് BCAയുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്, എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റി സബ്ജക്റ്റുകൾ, അതുപോലെ തന്നെ സിലബസ്, എന്താണ് ആഡ് ഓൺ പ്രോഗ്രാമുകൾ, ഈ ആഡ് ഓൺ പ്രോഗ്രാം പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനി MNC കൊളാബറേഷൻസും ടൈപ്സും എന്തൊക്കെയാണ്, പ്ലേസ്മെൻറ്റ് കിട്ടുന്ന കാര്യങ്ങൾ, അഡ്മിഷൻ കിട്ടുന്ന കാര്യങ്ങൾ എന്നിവയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അഥവാ BCA എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് ഡിഗ്രി കോഴ്സ് കൂടുതൽ തൊഴിലവസരം നൽകുന്ന ഒരു IT കോഴ്സാണ്. നിങ്ങളൊരു IT പ്രൊഫഷണൽ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും BCA നല്ലൊരു ഓപ്ഷൻ ആണ്. ഇതിൻ്റെ പ്രധാന എലിജിബിലിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി പറയുന്ന മാനദണ്ഡം +2 സയൻസ് വിത്ത് മാത്തമാറ്റിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് വിത്ത് 55% ഓഫ് മാർക്കാണ് എലിജിബിലിറ്റി പറയുന്നത്. ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലോ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും എനി സ്ട്രീമാണ് പറയുന്നത്. കേരളത്തിന് പുറത്തുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളും വിദ്യാർത്ഥികൾക്ക് ഏത് സ്ട്രീമിൽ പഠിച്ചു വന്നവർക്കാണെങ്കിലും എലിജിബിലിറ്റി നൽകുന്നു. ഉദാഹരണത്തിന് കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ബയോളജി സയൻസ്, അപ്ലൈഡ് സയൻസ്, വാട്ടോറിറ്റീസ് ഏതാണെങ്കിലും അവർക്ക് എലിജിബിലിറ്റി നൽകുന്നു. വിത്ത് 55% ഓഫ് മാർക്കാണ് നൽകുന്നത്. BCAയുടെ പ്രധാനമായിട്ടുള്ള സബ്ജക്റ്റുകൾ കേരളത്തിലെ പ്രധാന യൂണിവേഴ്സിറ്റികളും കേരളത്തിന് പുറത്തുള്ള പ്രധാന യൂണിവേഴ്സിറ്റികളും അതിൻ്റെ സിലബസും അനുസരിച്ച് കോഴ്സിൻ്റെ ഡീറ്റെയിൽ വളരെയധികം വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അത് എന്തൊക്കെയാണ് ആ ഒരു സബ്ജക്റ്റുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായിട്ടും നമുക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റി പ്രമുഖ യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ഒരു സബ്ജക്റ്റുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. പ്രധാനമായും ഫസ്റ്റ് സെമ്മിൽ, സെക്കൻഡ് സെം, തേർഡ് സെം, ഫോർത്ത് സെം, ഫിഫ്ത്ത് സെം, സിക്സ്ത് സെം അങ്ങനെ 6 സെമസ്റ്ററായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലെ സബ്ജക്റ്റുകൾ ഇങ്ങനെയൊക്കെയാണ്: ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ ഫണ്ടമെൻ്റൽ ഡിജിറ്റൽ പ്രിൻസിപ്പിൾസ് ഉണ്ടാവും, മെത്തഡോളജി ഓൺ കമ്പ്യൂട്ടർ പ്രോഗ്രാം, C പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ടാവും, സോഫ്റ്റ്വെയർ ലാബ് ഉണ്ടാവും, കോർ സബ്ജക്റ്റായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ DBMS എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ട് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ C++ പ്രോഗ്രാം ഉണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ മറ്റ് ലാബുകളുണ്ട്. അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്സൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് സബ്ജക്റ്റ് ഉണ്ട്. മൈക്രോ പ്രോസസ്സർ PC ഹാർഡ്വെയർ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഡേറ്റ സ്ട്രക്ചറിൻ്റെ ഒരു സബ്ജക്റ്റ് C++ പഠിക്കാനുണ്ട്. പിന്നെ ഓപ്പറേഷണൽ റിസർച്ച് എന്ന് പറഞ്ഞ് മറ്റൊരു സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. പിന്നെ ഡിസൈൻസ് ആൻഡ് അനലൈസിസ് ഓഫ് അൽഗോരിതം എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കാനുണ്ടാവും. ലിനക്സ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. വെബ് പ്രോഗ്രാമിംഗ് യൂസിങ് PHP കുറിച്ച് പഠിക്കാനുണ്ട്. സോഫ്റ്റ്വെയർ ലാബിൻ്റെ മറ്റൊരു സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്. IT എൻവയോൺമെൻറ്റിനെ പറ്റി പഠിക്കാനുണ്ട്. ജാവ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്ന ലിനക്സിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ കോഴ്സസ് ആയിട്ടുള്ള മറ്റ് കുറച്ച് സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. സോഫ്റ്റ്വെയർ ലാബിൻ്റെ മറ്റൊരു സബ്ജക്റ്റ് ഉണ്ട്. പിന്നെ PHPയുടെ മിനി പ്രോജക്റ്റുകളായിട്ടും അവർക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിങ് അതിൻ്റെ അകത്ത് ഓപ്ഷണലായിട്ട് കയറി വരുന്നുണ്ട്. പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് പഠിപ്പിക്കാനുണ്ട്. എലക്ടീവ് സബ്ജക്റ്റായിട്ടും കോർ സബ്ജക്റ്റായിട്ടും ഇത് പഠിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലാബ്, വൈവേ ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുന്നതാണ്. നമ്മുടെ കേരളത്തിലെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതായത് കോഴ്സിൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത്. നമുക്ക് കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ എങ്ങനെയാണ്, അതായത് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് ഇത് ഈ സബ്ജക്റ്റിനെ തരംതിരിച്ച് പഠിപ്പിക്കുന്നതെന്ന് പറയാം. ഇതും ഏകദേശം 6 സെമസ്റ്ററായിട്ടാണ് പഠിപ്പിക്കുന്നത്. അതിൽ ഡിസ്ക്രിപ്റ്റീവ് സ്ട്രക്ചറായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ടെക്നിക്ക്, അതുപോലെ തന്നെ ഡാറ്റ സ്ട്രക്ചർ, പ്രോഗ്രാം സോൾവിങ് ലാബുമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഡേറ്റ സ്ട്രക്ചർ ലാബ് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ലാംഗ്വേജ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഓഫീസ് മാനേജ്മെൻറ്റ് ടൂൾസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് അവർക്ക് എലക്റ്റീവായിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ട് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കാനുണ്ട്. ഓപ്പൺ എലക്റ്റീവായിട്ടാണ് പഠിക്കാൻ പറ്റുന്നത്. സബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ജാവയിൽ പഠിക്കാനുണ്ട്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം കോമൺ ആണ്, അത് ജാവ ലാബിലാണ് പഠിക്കുന്നുള്ളത്.
പിന്നെ DBMS ലാബ് സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു ഓപ്ഷനാണ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ് സെപ്പറേറ്റ് ആണ്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്, പൈത്തൺ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ലാബിനെ കുറിച്ച് പഠിക്കാനുണ്ട്, പൈത്തൺ പ്രോഗ്രാം ലാബ് സെപ്പറേറ്റ് വരുന്നുണ്ട്, സോഫ്റ്റ്വെയർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ സെപ്പറേറ്റ് ഒരു പേപ്പർ വരുന്നുണ്ട്, ഡിസൈൻ ആൻഡ് അനലൈസിസ് ഓഫ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു പേപ്പർ പഠിക്കാനുണ്ട്, പിന്നെ ഇൻ്റർനെറ്റ് ടെക്നോളജിയെക്കുറിച്ച് പഠിക്കാനുണ്ട്, അതുപോലെ ഡിസൈൻ ആൻഡ് അനലൈസിസ് ഓഫ് അൽഗോരിതം ലാബിൻ്റെ സെക്കൻഡ് പേപ്പർ പഠിക്കാനുണ്ട്, ഇൻ്റർനെറ്റ് ടെക്നോളജീസ് ലാബ് എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് പേപ്പർ ആയിട്ട് അവർക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡാറ്റ അനലൈറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് തന്നെ അവർക്ക് ഓൺ പ്രോഗ്രാമായിട്ട് തന്നെ അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. വെബ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ് അവർക്ക് പഠിക്കാനുണ്ട്. ഡാറ്റ അനലൈറ്റിക് ലാബ്സ് ഉണ്ട്, വെബ് പ്രോഗ്രാമിംഗ് ലാബ്സ് ഉണ്ട്, പ്രൊജക്റ്റ് നെറ്റ്വർക്ക് ഉണ്ട്, മെഷീൻ ലേണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ഉണ്ട്. പിന്നെ 2 ടൈപ്പ് ഓഫ് ലാബ്, മെഷീൻ ലേണിംഗ് ലാബും അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ ലാബും ഉണ്ട്. പിന്നെ അവർക്ക് സെക്കൻഡറി ആയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന 2-3 ഓപ്ഷൻ വൊക്കേഷണൽ കോഴ്സ് എടുക്കാൻ പറ്റും. ഡാറ്റ മൈനിങ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് എടുക്കാൻ പറ്റും. പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് സൈബർ ക്രൈം ലോയും അതുപോലെ തന്നെ വൊക്കേഷണൽ കോഴ്സായിട്ട് എടുക്കാൻ പറ്റും. ഓപ്പറേറ്റിംഗ് റിസർച്ച് എന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ഓപ്ഷനിൽ എടുക്കാൻ പറ്റും. പിന്നെ ഇൻറ്റേൺഷിപ്പ് അവർക്ക് ഇതിനോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് ഈ ഔട്ട്സൈഡ് കേരളയിലുള്ള ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിലുള്ള ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി എന്താണ് ആഡ് ഓൺ കോഴ്സുകൾ എന്നൊക്കെ പറയാം. അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത്. ആഡ് ഓൺ കോഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്, സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡാറ്റ സയൻസ്, ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, ഡിജിറ്റൽ ഫോറൻസിക്, സൈബർ ഫോറൻസിക് എന്നൊക്കെയാണ് ആഡ് ഓൺ പ്രോഗ്രാമുകളുള്ളത്. ഇനി BCA കോഴ്സിൻ്റെ പഠനത്തിൻ്റെ ഒപ്പം കൃത്യമായിട്ടുള്ള ഒരു അഡീഷണൽ ട്രെയിനിങ്ങോടുകൂടി സ്കിൽ ഡെവലപ്മെൻറ്റോടുകൂടിയുള്ള ക്ലാസ് കിട്ടിയാലാണ് ആ കുട്ടികൾക്ക് ആഡ് ഓൺ സബ്ജക്റ്റ് തിരഞ്ഞെടുത്ത് പഠിച്ചതിൻ്റെ ഗുണം കിട്ടത്തുള്ളൂ. വളരുന്ന കാലഘട്ടത്തിനനുസരിച്ച് 100% തൊഴിൽ സാധ്യതയുള്ള ഈ ആഡ് ഓൺ പ്രോഗ്രാം കുട്ടികൾക്ക് കരിയറിൽ മികച്ച നേട്ടം കൈവരിക്കാനാകുന്നതാണ്. പക്ഷേ പഠനത്തിന് തിരഞ്ഞെടുക്കുന്ന കോളേജുകൾ, അതിൻ്റെ അഫിലിയേഷൻ, യൂണിവേഴ്സിറ്റി ആഡ് ഓൺ പ്രോഗ്രാമുകൾ, ക്ലാസ്സുകൾ, ആ പ്രോഗ്രാം യൂണിവേഴ്സിറ്റി പ്രോഗ്രാം നൽകുന്ന ക്ലാസ്സുകൾ ആ കൃത്യതയില്ലാതെ വരികയോ അല്ലെങ്കിൽ അതിൻ്റെ ആ കൃത്യതയില്ലാതെ വരുന്ന ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കുട്ടികളുടെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. BCA വിത്ത് ഏതെങ്കിലും ഒരു ആഡ് ഓൺ പ്രോഗ്രാം കോളേജ് തിരഞ്ഞെടുക്കാൻ തന്നെ മേൽപ്പറഞ്ഞ ബെനിഫിറ്റുകൾ നഷ്ടമാകാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. അതുകൊണ്ട് എടുത്തു ചാടി ഒരു കോളേജുകളിലും പോയിട്ട് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ തന്നെ ധാരാളം കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്താണ് MNC കൊളാബറേഷൻ ആൻഡ് ടൈപ്സ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. ചില കോളേജുകൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഫെസിലിറ്റീസ് കുട്ടികൾക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ചില കോളേജുകൾ ഈ വർഷം മുതലാണ് ഈ ഒരു ഫെസിലിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചേക്കണതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ MNC എന്തൊക്കെയാണ് എന്ന് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ കോളേജുകൾ MNC എന്ന് പറഞ്ഞാൽ IBM, TCS, മൈക്രോസോഫ്റ്റ് ഇങ്ങനെ തുടങ്ങിയിരിക്കുന്ന പ്രമുഖ മൾട്ടിനാഷണൽ കമ്പനീസാണ്. ഈ കമ്പനിയുടെ ട്രെയിനിങ് പാർട്ട്ണറോട് കൂടി സ്കിൽ ഡെവലപ്മെൻറ്റ്, അതായത് ചില കോളേജുകൾ NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആൻഡ് സ്കിൽ ഇന്ത്യയുടെ കിട്ടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ ഈ പറയുന്ന ആഡ് ഓൺ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. പ്രധാനമായും കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് ഗ്യാരൻറ്റിയോടുകൂടി BCA വിത്ത് ഈ ഒരു ആഡ് ഓൺ പ്രോഗ്രാം പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോളേജ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സാരാംശം എന്ന് പറയുന്നത്. ഇപ്പം ഏതെങ്കിലും കോളേജിനെ പറ്റിയോ അല്ലെങ്കിൽ അഡ്മിഷനെ പറ്റിയോ കൂടുതൽ വിശദ വിവരങ്ങളെ പറ്റി അറിയുവാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അസിസ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്.